ഹായ് ഗായ്സ് ഗ്രോ വിത്ത് വൈശാഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബിസിനസ് ഐഡിയ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാം. അതായത് പണ്ട് എൻ്റെ അച്ഛനമ്മയൊക്കെ പറയുന്നത് കേൾക്കായിരുന്നു, ഇവർ ആദ്യമായിട്ട് ഈ കുടിവെള്ളം ആ, കുപ്പിയിലിട്ട് വിൽക്കുന്ന കണ്ടിട്ട് ഇവർ ഞെട്ടിയിട്ടുണ്ടെന്ന്. കാരണം അന്നത്തെ കാലത്തേക്കെല്ലാം കുടിവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിരുന്നു അല്ലേ. ഇപ്പം അതും നമ്മുടെ നാട്ടിലത്തെ സ്ഥലങ്ങളിൽ, അതായത് ഈ പുഴയും മഴയും അങ്ങനെയുള്ള വെള്ളം കിട്ടാനുള്ള ഒരുപാട് സോഴ്സുള്ള ആ നാട്ടിൽ തന്നെ നമ്മൾ കുടിവെള്ളം കുപ്പിയിലായിട്ട് വിൽക്കുന്നത് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിസിനസ് ഐഡിയയും ഇതിനെക്കുറിച്ച് തന്നെയാണ്. അതായത് വാട്ടർ ലേബലിംഗ് ബിസിനസ്. അതെ, വാട്ടർ ബോട്ടിൽ ബിസിനസ് അല്ല, വാട്ടർ ബോട്ടിൽ ലേബലിംഗ് ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ ബിസിനസ് ഐഡിയ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് ഐഡിയനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കണം. അതായത് നിങ്ങൾ സപ്പോസ് ഒരു കടയിൽ ചെന്ന് ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കുകയാണ്, കുടിക്കുവാനുള്ളത്. എന്നിട്ട് കടക്കാരൻ നിങ്ങളുടെ ഫ്രണ്ട് 2 ബോട്ടിൽ നിരത്തി വെക്കും. അതിൽ നിന്ന് നിങ്ങൾ ഏതായിരിക്കും എടുക്കുന്നത്? അതായത് ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ലേബിളൊന്നും ഇല്ലാത്തൊരു വാട്ടർ ബോട്ടിലും, പിന്നെ ഒരെണ്ണം ഇങ്ങനത്തെ നല്ല ബ്രാൻഡഡ് ലേബിളൊക്കെ ഒട്ടിച്ചുള്ള ഒരു ബ്രാൻഡഡ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾ ഏതായിരിക്കും എടുക്കുന്നത്? ഒരു 99% ആൾക്കാർ സ്വാഭാവികമായിട്ട് ഈ ഒരു വാട്ടർ ബോട്ടിലായിരിക്കും എടുക്കുന്നത്. സ്വാഭാവികം. അതിപ്പോൾ അവർ ഈ 2 ബോട്ടിലും ഈ 2 ബോട്ടിലുള്ള വെള്ളം കുടിച്ച് നോക്കിയിട്ടില്ല, ഇത് ഏത് ബ്രാൻഡാ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരൊറ്റ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് മാത്രം നമ്മൾ വിചാരിക്കും, ഓഹ് ഇത് വലിയ ബ്രാൻഡഡ് സാധനമായിരിക്കും, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമായിരിക്കും, നല്ല മിനറലൊക്കെ ഒഴിച്ച വെള്ളമായിരിക്കും അല്ലേ. പക്ഷേ ഈ 2 കുപ്പിയിലുള്ള വെള്ളം സെയിം തന്നെയാണ്. അതിൻ്റെ അതിപ്പോൾ 2 എണ്ണം സെയിം വെള്ളമാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്റ്റിക്കറിനാണ് വില കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്, അല്ലാതെ വെള്ളത്തിനോ അല്ലെങ്കിൽ കുപ്പീനോ അല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിസിനസ്സും ഇതിനെക്കുറിച്ച് തന്നെയാണ്. അതായത് വാട്ടർ ലേബലിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ പറയാം. ഇന്ന് ഇന്ത്യയിൽ മാത്രമായിട്ട് വാട്ടർ ലേബലിംഗ് ബിസിനസ്സിൻ്റെ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ 25,000 കോടി രൂപയുടെയാണ്. അതെ, 25,000 crore റുപ്പീസിൻ്റെ ബിസിനസ്സാണ് ഇന്നത്തെ കാലത്ത് വാട്ടർ ബോട്ടിൽ ലേബലിംഗ് ബിസിനസ് മാത്രമായിട്ട്. ആൻഡ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും ഒരു 50,000 ഒരു 60,000 രൂപ മാത്രം മതി. 50-60 നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകും. അതെങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ ഈ വാട്ടർ ലേബലിംഗ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മെനക്കേടായിരിക്കും. അതായത് ആദ്യം നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു വേറൊരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യണം. അതിനുശേഷം ഈ വാട്ടർ ലേബിൾ അടിച്ച് നമുക്ക് സെല്ല് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും ഒരു ആവശ്യം നിങ്ങൾക്കില്ല. ഇതിനുള്ള ആകെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50,000-60,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു മെഷീൻ നിങ്ങൾ മേടിക്കുക. ഈ വാട്ടർ ബോട്ടിലിൽ ലേബിൾ പ്രിൻറ്റ് ചെയ്യുന്നൊരു മെഷീനുണ്ട്. ആ മെഷീൻ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ ഒരു വളരെ ഒരു ചീപ്പായിട്ടൊരു വിലയിൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങളത് മേടിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ കാര്യം. ഈ മെഷീൻ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം രണ്ടാമത് ചെയ്യേണ്ട മെയിൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള ഈ വലിയ വലിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, ഇവൻറ്റ് പ്ലാനേഴ്സ്, ഈ വെഡ്ഡിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവൻറ്റ് പ്ലാനേഴ്സ് കാണുമല്ലോ, അവരോട് ചെന്ന് സംസാരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇവരോട് ഒരു ഡീൽ നെഗോഷിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ അവർ ചിലപ്പോൾ ഈ ബിസ്ലറി അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസിൽ നിന്നായിരിക്കും അവർക്ക് വേണ്ടിയുള്ള വാട്ടർ ബോട്ടിൽസ് മേടിക്കുന്നത്. അതിൻ്റെ പകരം നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽസ് അവർക്ക് സെൽ ചെയ്യുന്നത് സെയിം പ്രൈസിൽ. അതായത് ബിസ്ലറി അല്ലെങ്കിൽ അവരിപ്പോൾ മേടിക്കുന്ന ഏത് റേറ്റിലാണ് അവർ വാട്ടർ ബോട്ടിൽ മേടിക്കുന്നത്, അതേ സെയിം റേറ്റ് നിങ്ങൾക്കും അവർക്ക് വാട്ടർ ബോട്ടിൽ സപ്ലൈ ചെയ്യാം. ബട്ട് ഇവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ബിസ്ലറിയുടെ ബ്രാൻഡിങ്ങിന് പകരം അവരുടെ ഹോട്ടൽ അല്ലെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ ഇവൻറ്റ് പ്ലാനറിൻ്റെ കമ്പനി അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിങ് വെച്ച് നിങ്ങൾക്ക് ആ വാട്ടർ ബോട്ടിലിൽ ബ്രാൻഡ് ചെയ്തിട്ട് ഇവർക്ക് സെല് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾ 2 പേർക്കും, അതായത് ഹോട്ടലുകാർക്കും നിങ്ങൾക്കും 2 പേർക്കും പ്രോഫിറ്റാണ്. അതായത് ഈ റെസ്റ്റോറൻറ്റും ഹോട്ടൽസ് അവർ വിചാരിക്കുമ്പോൾ സെയിം റേറ്റിൽ തന്നെ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ വാട്ടർ ബോട്ടിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിങ് ലോഗോ ആകുമ്പോഴത്തേക്ക് അത് ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആകും അല്ലേ. ഇപ്പോൾ ആൾക്കാർ ആ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്നോ എന്തെങ്കിലും സാധനം മേടിച്ച് ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ മേടിച്ച്, എന്നിട്ട് ആ വെള്ളം ബോട്ടിൽ അവരെവിടേക്കോ പോകുന്നു, ആ വാട്ടർ ബോട്ടിൽ അവിടെ ഉള്ള എല്ലായിടത്തും ചെന്ന് ഈ മാർക്കറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ആൾക്കാർ വാട്ടർ ബോട്ടിലിലെ ലേബിളിങ് കാണുമ്പോൾ നമുക്ക് ഇത് ഏതാണ്, അപ്പോൾ ആ ഹോട്ടൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ബ്രാൻഡിങ് ആ ലേബിളിൽ കാണുമ്പോൾ തന്നെ അതൊരു മാർക്കറ്റിംഗ് ആയി മാറി. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വലിയ ചിലവ്, അവർക്ക് ഒരു ചിലവില്ല. മാർക്കറ്റിംഗ് ചെയ്യാൻ അവർക്ക് എക്സ്ട്രാ ഒരു ചിലവേ വരുന്നില്ല. അവർ ഏത് വാട്ടർ ബോട്ടിൽ സപ്ലയറാണ് മേടിക്കുന്നത്, അതിന് പകരം അവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിരുന്നു, അവിടെ മാർക്കറ്റിങ്ങുമായി നിങ്ങൾക്കൊരു ക്ലയൻറ്റിനും കിട്ടി. മനസ്സിലായി? ഇതാണ് ഫസ്റ്റ് മെയിൻ ചെയ്യേണ്ട പരിപാടി.
ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകാരുമായിട്ട് നിങ്ങളുടെ ഡീൽ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽ നമുക്ക് മേടിക്കണം അല്ലേ? അപ്പോൾ അതിനുള്ള മാത്സ് എന്ന് വെച്ചാൽ ഈ ബിസ്ലറി അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ അവർ ഈ കുറേ ഏജൻസികൾ കാണും. ഏജൻസികളാണല്ലോ ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കി ബിസ്ലറിക്ക് കൊടുക്കുന്നത്. അവർ ഇവർക്ക് ബിസ്ലറിക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 7-8 രൂപയ്ക്കായിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് ബിസ്ലറി അതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് അവിടെ ബ്രാൻഡിംഗ് ഒക്കെ വെച്ച് ഈ ഹോൾസെയിലായിട്ട് സെല്ല് ചെയ്യുന്നത് 12ഉം 11 രൂപയ്ക്കായിരിക്കും. അവരാണ് എന്നിട്ട് നമുക്ക് ഈ റീറ്റെയിൽ കടക്കാർക്ക് നമ്മൾക്ക് സെല്ല് ചെയ്യുന്നത് 20 രൂപയ്ക്കായിരിക്കും നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ കിട്ടുന്നത്. ഇതേ സെയിം മാച്ച് ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് വാട്ടർ ബോട്ടിലൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ്റെ പകരം ഓൾറെഡി ഇങ്ങനെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് സപ്ലൈ ചെയ്യുന്ന വേറെ കുറേ കമ്പനീസ് കാണും. അവരുമായിട്ട് ചെന്നിട്ട് പറയണം നമുക്ക് ഇന്ന എമൗണ്ട് വാട്ടർ ബോട്ടിൽ വേണം, പക്ഷേ നിങ്ങളുടെ ലേബിൾ നോട്ട് ചെയ്യണം. ലേബിൾ നമ്മൾ നോട്ട് ചെയ്തോളാം. നിങ്ങൾ ഖാലി കുപ്പി, അതായത് ഈ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനത്തെ ഒരു ലേബിളൊന്നും ഇല്ലാത്ത ജസ്റ്റ് നോർമൽ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ മാത്രം നമുക്ക് തരിക. ലേബിളൊക്കെ നമ്മൾ ഒട്ടിച്ചോളാം. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ ആ ബോട്ടിൽ എടുക്കുക. നമ്മൾ നേരത്തെ മേടിച്ച മെഷീനിൽ കയറ്റിയിട്ട് ഏത് നമ്മുടെ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഹോട്ടലിലോ എന്താണെന്ന് വെച്ചാൽ അവിടെ ലോഗോയോ ബ്രാൻഡിങ്ങും അഡ്രസ്സും എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ ആ എന്താ പറയുക വാട്ടർ ബോട്ടിലിൽ ആ ലേബിൾ ഒട്ടിച്ചിട്ട് നിങ്ങൾ സെല്ല് ചെയ്യുക. ആൻഡ് സെല്ല് ചെയ്യുമ്പോൾ ഒരു കുപ്പിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ 2 രൂപയുടെയൊക്കെ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഏജൻസിയിൽ നിന്ന് മേടിക്കുന്നത് ചിലപ്പോൾ ഒരു 8 രൂപയ്ക്കായിരിക്കും വാട്ടർ ബോട്ടിൽ മേടിക്കുന്നത്. നിങ്ങൾ അത് പ്രിൻ്റൊക്കെ ചെയ്ത് നിങ്ങൾ എന്താ പറയുക ഈ ഹോട്ടലുകാർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാർക്ക് സെല്ല് ചെയ്യുന്നത് ചിലപ്പോൾ 12-13 രൂപയ്ക്കായിരിക്കും. അവർ കസ്റ്റമേഴ്സ് 20 രൂപയ്ക്ക് സെല്ല് ചെയ്യുമായിരിക്കും. ആൻഡ് പ്രിൻറ്റിങ് കോസ്റ്റ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ബോട്ടിൽ വരുന്ന വരെ 50 പൈസ 60 പൈസയുടെ പ്രിൻറ്റിങ് കോസ്റ്റ് വരത്തുള്ളൂ. അതായത് ഒരു ഒറ്റ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് 1.5-2 രൂപയ്ക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1-2 രൂപ വല്ല പ്രോഫിറ്റാണോ? പക്ഷേ അത് ഞാൻ ഒറ്റ ബോട്ടിലിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ വലിയ വലിയ ഹോട്ടൽസിനൊക്കെ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും 1-2 ബോട്ടിലായിട്ട് ആരും സെല്ല് ചെയ്യത്തില്ല. ഇവിടെ നമ്മൾ പറയുന്നത് 1000-2000 ബോട്ടിൽ യൂണിറ്റ്സാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബിസിനസ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് സ്കേലബിലിറ്റിയാണ്. ആൻഡ് ഇത് സ്കെയിൽ ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ലെവലെന്ന് വെച്ചാൽ വളരെ വലുതാണ്. മനസ്സിലായത്? അപ്പോൾ അതായത് നിങ്ങൾ ആദ്യം വാട്ടർ ലേബലിംഗ് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. ആൻഡ് ഇത് നമുക്ക് കുറച്ച് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഇടാം. അതിനുശേഷം ഈ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് ഈ വാട്ടർ ബോട്ടിൽ നിറയ്ക്കാം. എന്നിട്ട് അതിന് മണ്ടയ്ക്ക് നമ്മുടെ സ്വന്തം ഒരു ബ്രാൻഡിൻ്റെ ലേബൽ ഒട്ടിച്ച് വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതായത് ബിസ്ലറി പോലെ നമ്മുടെ സ്വന്തം വാട്ടർ ബോട്ടിലിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കടകളിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്കേലബിലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഐഡിയ. അപ്പോൾ ഇത് വളരെയധികം സ്കെയിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. അപ്പോൾ വെറും 50,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ വളരെ കിട്ടില്ലായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ഒരു വാട്ടർ ലേബലിംഗ് ബിസിനസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ബിസിനസ് ഐഡിയയായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയൊരു ഐഡിയ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.